വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ HTML-നായിട്ട് ജാവാസ്ക്രിപ്റ്റും CSS-ഉം ലിങ്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ നേരത്തെ ഇത് എഴുതിയിട്ടുള്ളതല്ലേ, ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റും CSS-ഉം HTML എഴുതിയിട്ടുള്ളതല്ലേ. ഇതങ്ങനെയല്ല, ഇത് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റും CSS-ഉമാണ്. അപ്പം നമുക്ക് നമ്മൾ എഡിറ്റർ ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ നോട്ട് പാഡോ ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പുതിയൊരു ഫയൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് HTML സ്നിപ്പെറ്റ് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ HTML ഡിഫോൾട്ടായ കുറച്ച് കോഡ് അവിടെ വരുത്താനാണ്. ഇനി നമുക്ക് ഇവിടെ ലിങ്ക് ചെയ്യുന്ന പരിപാടികൾ നോക്കാം. ഇവിടെ നമ്മൾ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് എന്നൊരു സംഭവമുണ്ട്, അതായത് ഇതിൻ്റെ ഒരു എളുപ്പപ്പണിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സാധാരണ എഴുതാറുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എഴുതാം. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കും. ആ പേര് വെച്ചിട്ട് ആ ഫയലിൽ ഉള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിൻ്റെ സോഴ്സ് ഫയൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. src = ആ ഫയലിൻ്റെ പേരാണ് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യണം, അതായത് ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഫയലായിട്ടാണ് കിടക്കുന്നത്. നമ്മളത് HTML ഫയലാക്കാൻ ഇവിടെ സേവ് ചെയ്യണം. സ്ഥലം നമ്മുടെ ഫോൾഡർ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പേര് html.html എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഒരു HTML ഫയലാണിത്. ഇനി നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ തുടങ്ങാം. അതായത് ഇവിടെ നമ്മൾ ന്യൂ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതേ ഫോൾഡർ തന്നെ സെലക്ട് ചെയ്യാണ് എളുപ്പം. എന്നിട്ട് js.js, അതായത് എളുപ്പപ്പണിക്കാണ്. എന്നിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് അങ്ങനെ ഇവിടെ എഴുതുക. അത്രേ ഉള്ളൂ പണി. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയൽ വർക്കാവും. പക്ഷെ നമുക്കത് വർക്കായി എങ്ങനെയാണ് അറിയുക? അതിനു മുമ്പ് തന്നെ ഇവിടെ സോഴ്സിൽ നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുക്കാൻ മറന്നുപോയി. വർക്കാവും. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തേലും നടക്കണമല്ലോ, അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലേർട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായി, ഒരു പോപ്പ് ബോക്സ് വരുത്താനാണ് അലേർട്ട്. ഹലോ, ജാവാസ്ക്രിപ്റ്റ് ഈസ് വർക്കിംഗ് എന്നുള്ളൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ HTML ഫയൽ റൺ ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഇത് കളയാം. ഇനി നമുക്ക് CSS എങ്ങനെയാണ്? ഇനി അടുത്തതായിട്ട് CSS ഹെഡിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും സ്റ്റൈലിൻ്റെ ഉള്ളിലാണ് CSS എഴുതുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ CSS എഴുതുന്നത് ലിങ്ക് എന്നൊരു സംഭവം ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇവിടെ തന്നെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ ലിങ്ക് എഴുതുന്നതെന്ന് നോക്കാം. നമ്മൾ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ ഒരു സ്ലാഷ്, അങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് REL, അതായത് എന്ത് സംഭവമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CSS ഒരു സ്റ്റൈൽ ഷീറ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഫുൾ ഫോം കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ പേരടിച്ചു കൊടുക്കാം, സ്റ്റൈൽ ഷീറ്റ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ സോഴ്സാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കൊടുത്തതുപോലെ src അല്ല, ഇവിടെ കൊടുക്കേണ്ട href ആണ്, ഹൈപ്പർ ലിങ്ക് ആണ്. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ പേര്, നമ്മളൊരു പുതിയൊരു ഫയൽ തുടങ്ങുകയാണ് CSSൻ്റെ. നമ്മുടെ ഫോൾഡർ അതേ ഫോൾഡർ തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ CSSൻ്റെ ഫയലിൻ്റെ പേര്. ഇനി നമുക്ക് നമ്മുടെ HTML അതിൻ്റെ പേര് കൊടുക്കാം, css.css. ഇനി നമുക്കിവിടെ ഒരു പാരഗ്രാഫ് തുടങ്ങാം. എന്നാലേ വർക്ക് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് പാരഗ്രാഫ് തുടങ്ങാം. എന്നിട്ട് ഇവിടെ ഒരു ഹലോ എന്ന് എഴുതുകയാണ്. എന്നിട്ട് അതിൻ്റെ കളർ മാറ്റാനാണ് നമ്മൾ പോകുന്നത്. അതിനൊരു ID കൊടുക്കണം. ID = P എന്ന് കൊടുക്കുകയാണ്. ഞാൻ അടുത്ത് നമ്മൾ CSS പോയിട്ട്
#p അതായത് ID കൊടുക്കുമ്പോൾ # ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ കേളി ബ്രാക്കറ്റ്സ്, എന്നിട്ട് കളർ റെഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ HTML ഫയൽ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടു, നമ്മുടെ റെഡ് കളറിൽ നമ്മുടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ CSSൻ്റെ ഉള്ളിൽ എന്ത് വേണേലും കൊടുക്കാം. നമ്മൾ സാധാരണ CSSൽ എന്താണ് കൊടുക്കാറുള്ളത് അത് മൊത്തം കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോൺ സൈസൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഫോൺ സൈസ് ഞാൻ ഒരു 50 പിക്സൽ കൊടുക്കുകയാണ്. ദെൻ നമുക്ക് നമ്മുടെ HTML ഫയൽ റൺ ചെയ്യാം. ഇപ്പോൾ കണ്ടു, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.